ടെക്സസിലെ ഓസ്റ്റിനിൽ നടന്ന വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലേക്കുള്ള എല്ലാ തരത്തിലുള്ള കുടിയേറ്റവും നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ടെക്സസിലെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ ആരൊക്കെയുണ്ടെന്ന് അറിയാനായി H-1B വിസ അടക്കമുള്ള എല്ലാ കുടിയേറ്റ മാർഗങ്ങളും നിർത്തിവെക്കണമെന്നാണ് ടെക്സസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ റിപ്പബ്ലിക്കന്മാരുടെ ആവശ്യം. 70 റിപ്പബ്ലിക്കന്മാർ ഒപ്പുവെച്ച കത്ത് കോൺഗ്രസിന് അയച്ചിരിക്കുകയാണ്. വെടിവയ്പ്പ് നടത്തിയ അക്രമി വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസ്റ്റ് വിസയിലെത്തി അമേരിക്കൻ പൗരയെ വിവാഹം ചെയ്ത് അമേരിക്കൻ പൗരനായി മാറി അക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ റിപ്പബ്ലിക്കന്മാർ നിർബന്ധിതരായത്. ഭരണകൂടം വെറുതെ പറയുന്നതിന് പകരം പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് റിപ്പബ്ലിക്കൻ നേതാക്കൾ കത്തയച്ചിരിക്കുന്നത്. പ്രതിനിധികളെ വാഷിംഗ്ടണിലേക്ക് അയക്കുന്നത് ട്വീറ്റ് ചെയ്യാനല്ല, മറിച്ച് ഭരിക്കാനാണ്. അതിർത്തി സുരക്ഷയെ രാഷ്ട്രീയ ഫുട്ബോൾ പോലെ കൈകാര്യം ചെയ്താൽ ഇനിയും നിരവധി അമേരിക്കക്കാർ കൊല്ലപ്പെടും. പ്രധാനമായും 4 കാര്യങ്ങളാണ് കത്തിൽ റിപ്പബ്ലിക്കന്മാർ ആവശ്യപ്പെടുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് തടസ്സമില്ലാത്ത ഫണ്ട് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ കളികൾക്കായി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് തടയുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ വിസയുള്ളവരുടെ കൃത്യമായ ഓഡിറ്റിംഗ് പൂർത്തിയാകുന്നതുവരെ പുതിയ H-1B വിസകൾ നൽകുന്നത് ഉടൻ നിർത്തലാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആരൊക്കെയാണ് ഈ രാജ്യത്തുള്ളതെന്നും അവർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും ഉറപ്പുവരുത്തണം. രാജ്യത്തേക്ക് വരുന്നവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും പരിശോധിക്കാനുമുള്ള സംവിധാനം നിലവിൽ വരുന്നതുവരെ എല്ലാത്തരം കുടിയേറ്റങ്ങളും നിർത്തിവെക്കണം. കുടിയേറ്റ രേഖകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പരിശോധിച്ചുകൊണ്ട് നിലവിൽ രാജ്യത്തിനകത്തുള്ള ഭീഷണികളെ കണ്ടെത്താൻ കൂടുതൽ വിഭവങ്ങൾ ഉപയോഗിക്കണമെന്നും കത്തിലുണ്ട്. തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്ക് അമേരിക്കൻ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് രാജ്യസുരക്ഷയ്ക്കായി ഒന്നിക്കണമെന്നും കത്തിൽ പറയുന്നു. വാഷിംഗ്ടൺ നടപടിയെടുക്കാൻ വൈകിയാൽ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ടെക്സസ് സ്വന്തം നിലയ്ക്ക് നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന മുന്നറിയിപ്പും കത്തിൽ നൽകുന്നുണ്ട്. മാർച്ച് 1 ഞായറാഴ്ച പുലർച്ചെ ഓസ്റ്റിനിലെ വെസ്റ്റ് 6th സ്ട്രീറ്റിലാണ് രാജ്യത്തെ നടുക്കിയ വെടിവെപ്പുണ്ടായത്. ടെക്സസിലെ ഫ്ലഗർവില്ലിൽ താമസിക്കുന്ന 53-കാരനായ എൻഡിയാഗോ ഡിയാഗ്നെയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിയടക്കം 3 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. SUV കാറിലെത്തിയ പ്രതി ബാറിന് ചുറ്റും പലതവണ വാഹനം ഓടിച്ച ശേഷം ചില്ല് താഴ്ത്തി ബാറിലുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കാൽനട യാത്രക്കാർക്ക് നേരെയും വെടിവെച്ചു. ഒടുവിൽ സമീപത്തെ ജംഗ്ഷനിൽ വെച്ച് പോലീസ് സംഘം പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2000-ൽ ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലെത്തിയ എൻഡിയാഗോ ഡിയാഗ്ന പിന്നീട് ഒരു അമേരിക്കൻ പൗരയെ വിവാഹം കഴിച്ച് ഗ്രീൻ കാർഡ് നേടുകയും 2013-ൽ പൗരത്വം സ്വീകരിക്കുകയുമായിരുന്നു. പ്രതി ധരിച്ചിരുന്ന ടീഷർട്ടിൽ ഇറാന്റെ പതാകയുടേതിന് സമയമുള്ള ചിത്രവും മേൽവസ്ത്രത്തിൽ പ്രോപ്പർട്ടി ഓഫ് അള്ളാ എന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ സൈനിക നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇയാൾ വെടിവെപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇറാന്റെ പതാകയും ഇറാനിയൻ നേതാക്കളുടെ ചിത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്.